ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം തിരുവചനം. ആകയാൽ നിങ്ങൾ പോയി സകലരെയും ശിഷ്യപ്പെടുത്തുവിൻ. ഉദിതനായ കർത്താവ് നൽകുന്ന കൽപ്പനയാണിത്. ഇത് ശിഷ്യന്മാർക്ക് മാത്രമുള്ളൊരു കൽപ്പനയല്ല. ഇത് നമുക്കെല്ലാവർക്കും, മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കുമുള്ള കർത്താവിന്റെ അവസാനത്തെ കൽപ്പനയാണ്. ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ഈ വാക്കുകൾ ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, തന്റെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ. കാരണം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈശോ തുടങ്ങി വെച്ച ദൗത്യം നമ്മളിലൂടെ തുടരണം. അതെന്താണ്? ഈശോയുടെ സുവിശേഷം, ഈശോ അറിയിച്ച സുവിശേഷം ഈശോയുടെ ശിഷ്യന്മാർ ഈ ലോകത്തെ അറിയിക്കണം. ഇത് വളരെയധികം പ്രസക്തമാണെന്ന്. കാരണം ഇന്ന് നമ്മുടെ ലോകം വളരെയധികം പ്രശ്ന സങ്കീർണമാണ്. വിശ്വാസം ഏറെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാത്തൊരു കാലഘട്ടം. ഇങ്ങനെ ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ, സമാധാനമില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈശോ മാത്രമാണ്. പക്ഷെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ശിഷ്യപ്പെടുത്തും? നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലരും ചോദിക്കാറുണ്ട്. ഈശോയുടെ വചനപ്രഘോഷണത്തിലൂടെയാണ്, വചനം അറിയിക്കുന്നതിലൂടെയാണ്, ആ വചനം വിശുദ്ധ കൂദാശകളിലേക്ക് നമ്മെ നയിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ശിഷ്യന്മാരായി മാറുക. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങളിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ വചനവും കൂദാശകളും സ്വീകരിച്ച് ഈശോയിൽ ഒന്നായി തീർന്ന് മറ്റൊരു ക്രിസ്തുവാകാൻ വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതങ്ങളിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യമേകുമ്പോഴാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടുക. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ഈ ദൈവത്തിന്റെ വചനം നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മുടെ ഉള്ളിലുള്ളതല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈശോയുടെ വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ നമ്മെ തന്നെ അനുവദിക്കണം. അതിനായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. കാരണം ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നോയമ്പ് കാലത്ത് വചനധ്യാനത്തിനായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. വചനാത്മകമായി നമ്മുടെ ജീവിതം മാറട്ടെ. മറ്റൊരു ക്രിസ്തുവായി മാറാനുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത് എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരിൽ യേശുവിനെ കണ്ട് അവർക്ക് യേശുവിനെ കൊടുക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതങ്ങളിലൂടെ കൊടുക്കാൻ കഴിയുന്ന ഒരു ജീവിതമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, ഇഗ്നറൻസ് ഓഫ് സ്ക്രിപ്ചർ ഈസ് ഇഗ്നറൻസ് ഓഫ് ഗാഡ്. വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അജ്ഞത യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അപ്പൊ യേശുവിനെ അറിയുവാൻ യേശുവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വചനാത്മകമായി വചനധ്യാനം നമുക്കുണ്ടാകണം. അതിനായി നമ്മുടെ കുടുംബങ്ങളിൽ അത് ആരംഭിക്കാം. പ്രാർത്ഥനയുടെ ഭവനങ്ങളായി മാറട്ടെ. കൂദാശ കേന്ദ്രീകൃതമായ ഭവനങ്ങളായി മാറട്ടെ. ആൾത്താരയോട് കെട്ടപ്പെട്ട ജീവിതങ്ങളായി മാറട്ടെ. വചനം ജീവിതത്തിൽ മുറുകെ പിടിക്കാം. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവത്തിന്റെ വചനമാണ്. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം സുഖപ്പെടുത്തുന്നത് ഈശോയുടെ വചനമാണ്. ആ വചനമായ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരാൻ, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഈ യാത്രയിൽ നമ്മൾ തനിച്ചല്ല. കാരണം ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം, സകല ദേശത്തോടും സുവിശേഷം പ്രസംഗിക്കണം. അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് ഈശോ പറഞ്ഞു. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല.
അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. ഇത് വാഗ്ദാനമാണ്. വചനപ്രഘോഷണം നടക്കുമ്പോൾ ഇത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ പ്രാവർത്തികമാകട്ടെ. നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായി മാറട്ടെ. അനേകരെ രക്ഷയിലേക്ക് നയിക്കട്ടെ. ഏക രക്ഷകൻ യേശുക്രിസ്തുവാണ് എന്ന് ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമ്മളെല്ലാവരും മിഷണറിമാരാണ്, അയക്കപ്പെട്ടവരാണ്. ആ ദൗത്യം നിർവഹിക്കുവാൻ ഈശോ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ എല്ലാവരെയും കർത്താവ് ഈ നോയമ്പ് കാലത്ത് ഏറെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.